സെൻട്രൽ സിറ്റിയിലെ മിലിറ്ററി ഹെഡ്ക്വാർട്ടേഴ്സ് കാണിച്ചുകൊണ്ടാണ് എപ്പിസോഡ് തുടങ്ങുന്നത്. അന്ന് രാവിലെ തന്നെ കേണൽ റോയ് മസ്താങ് പ്രസിഡന്റ് കിങ് ബ്രാഡ്ലിയുടെ ഓഫീസിലേക്ക് നടക്കുകയാണ്. ഈസ്റ്റ് ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്നും സെൻട്രലിലേക്ക് ട്രാൻസ്ഫർ കിട്ടിയിട്ടാണ് അവൻ അവിടെ എത്തിയത്. പക്ഷേ അവൻ ഓഫീസിൽ കയറി അന്വേഷിച്ചപ്പോൾ ബ്രാഡ്ലി അവിടെ ഉണ്ടായിരുന്നില്ല. അദ്ദേഹം എന്തോ ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് സൗത്ത് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് പോയിരിക്കുകയാണെന്ന് റിസപ്ഷനിസ്റ്റ് അവനോട് പറഞ്ഞു. ഈ സമയം നമ്മുടെ ബ്രാഡ്ലി എത്തി നിൽക്കുന്നത് ഡബ്ലിത്ത് സിറ്റിയിലെ ഡെവിൾസ് നെസ്റ്റ് എന്ന ബാറിൻ്റെ മുന്നിലാണ്. അതിൻ്റെ ഉള്ളിലാണ് എൽറിക് ബ്രദേഴ്സും ഗ്രീഡും ഒക്കെ ഉള്ളത്. അവിടെ നടക്കുന്ന കാര്യങ്ങൾ അറിഞ്ഞിട്ടാണോ ബ്രാഡ്ലി അവിടെ എത്തിയതെന്നറിയില്ല. പക്ഷേ അയാൾ ഫുൾ ടീമിനെയും കൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്. ഈ സമയം ഡോൾസെറ്റോയും റോവയും കൂടി അൽഫോൺസിനെയും എടുത്തുകൊണ്ട് അണ്ടർഗ്രൗണ്ട് വഴി എസ്കേപ്പ് ആവാൻ നോക്കുകയായിരുന്നു. പക്ഷേ മുന്നോട്ട് പോയപ്പോൾ തങ്ങളെ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് ഡോൾസെറ്റോ മണത്തറിഞ്ഞു. ഒരു ഫൈറ്റിന് കോൾ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അവർ അൽഫോൺസിനെ തൽക്കാലത്തേക്ക് അവിടെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. ഇതേസമയം ഷോപ്പിൻ്റെ ഉള്ളിൽ എഡ്വേർഡും മീസിമിയും ഗ്രീഡിനെ ഫൈറ്റ് ചെയ്യാൻ റെഡിയായിട്ട് നിൽക്കുകയാണ്. അവരെ ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലാക്കിയ ഗ്രീഡ് അവിടെ നിന്നും ഇറങ്ങി ഓടി രക്ഷപ്പെട്ടു. എഡ്വേർഡ് അവൻ്റെ പുറകെ ഓടാൻ തുടങ്ങിയെങ്കിലും അപ്പോഴേക്ക് മീസിമി ചോര തുപ്പി. അതോടെ അവൻ ഗ്രീഡിനെ വിട്ടിട്ട് അവളെ താങ്ങി നിർത്തി. പെട്ടെന്ന് 2 പട്ടാളക്കാർ അവിടെ എത്തി. ഈ സമയം ബാക്കിയുള്ള പട്ടാളക്കാരെല്ലാം ബ്രാഡ്ലിയുടെ ഓർഡർ പ്രകാരം ആ ബിൽഡിങ്ങിലെ മറ്റുള്ള കൈമേറകളെല്ലാം തേടിപ്പിടിച്ച് വെടിവെച്ച് കൊല്ലുകയാണ്. അൽഫോൺസ് ഇപ്പോൾ അണ്ടർഗ്രൗണ്ടിൻ്റെ ഒരു മൂലയ്ക്ക് ഒറ്റയ്ക്കിരിക്കുകയാണ്. അവൻ്റെ കൈയും കാലും കെട്ടിയിട്ടത് കൊണ്ടും ആർമറിനകത്ത് മാർട്ടൽ കയറി ഇരിക്കുന്നത് കൊണ്ടും അവൻ ഓടി രക്ഷപ്പെടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എന്നാലും അവിടെ നിന്ന് ഇഴഞ്ഞെങ്കിലും പുറത്ത് കിടക്കാൻ നോക്കുകയായിരുന്നു അവൻ. അപ്പോഴേക്കും ഗ്രീഡ് ഓടി അവൻ്റെ അടുത്തെത്തി. അവനെ കണ്ടതും മാർട്ടൽ ആ ആർമറിൽ നിന്നും തല പുറത്തിട്ടു. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൾ അവനോട് ചോദിച്ചു. അപ്പോൾ ഗ്രീഡ് അവളോട് കാര്യങ്ങൾ അല്പം കൈവിട്ടു പോയി എന്നും മറ്റുള്ളവരെ കാത്തു നിൽക്കാതെ നമുക്കുടനെ രക്ഷപ്പെടണമെന്നും പറഞ്ഞു. അപ്പോഴേക്കും പ്രസിഡന്റ് ബ്രാഡ്ലി അവിടെ എത്തി. അപ്പോൾ ഗ്രീഡ് അയാളോട് താൻ എന്തിനാണ് വന്നതെന്ന് ചോദിച്ചു. അത് കേട്ട ബ്രാഡ്ലി അവനോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. ഇല്ലെങ്കിൽ നിന്നെ കൊല്ലാൻ പോലും മടിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ അവനെ ഭീഷണിപ്പെടുത്തി. പക്ഷേ അത് കേട്ട ഗ്രീഡിന് ചിരിയാണ് വന്നത്. അവൻ ബ്രാഡ്ലിയെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി തൻ്റെ കൈ ട്രാൻസ്ഫോം ചെയ്തു. പക്ഷേ കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ബ്രാഡ്ലി ആ കൈ വെട്ടിമുറിച്ചു. ബ്രാഡ്ലി നിസ്സാരക്കാരനല്ല എന്ന് ഗ്രീഡ് മനസ്സിലാക്കിയപ്പോഴേക്കും അയാൾ അവനെ ചറപറ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിരുന്നു. ദേഹമാസകലം പരിക്ക് പറ്റിയ ഗ്രീഡിന് പിൻവാങ്ങിയല്ലാതെ മറ്റ് മാർഗങ്ങളൊന്നുമില്ലായിരുന്നു. അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്ത് ഇരുട്ടിലേക്ക് മറയുന്നത് അൽഫോൺസ് നിസ്സഹായനായി നോക്കി നിന്നു. ഈ സമയം ടണലിൻ്റെ മറ്റൊരു ഭാഗത്ത് റോവയും ആംസ്ട്രോങ്ങും കൂടി ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. റോവ തൻ്റെ ഇരുമ്പ് ചുറ്റിക വീശിയപ്പോൾ ആംസ്ട്രോങ് ആൽക്കമി കൊണ്ട് അത് അയാളുടെ ഒരു പ്രതിമയാക്കി മാറ്റി. അതുകണ്ട റോവ ചുറ്റിക കളഞ്ഞിട്ട് തൻ്റെ ശരിക്കുള്ള പവർ പുറത്തെടുത്തു. അവൻ്റെ ശരീരം വലുതാകാൻ തുടങ്ങി. അതിനുശേഷം രണ്ടുപേരും തമ്മിൽ ഒരു 1.5 ഫൈറ്റ് തന്നെ നടന്നു. അവർ ഏറെക്കുറെ തുല്യ ശക്തികളായിരുന്നു. ആ ഫൈറ്റിൽ ആംസ്ട്രോങ്ങിനും റോവയ്ക്കും ഒരേപോലെ പരിക്ക് പറ്റി. അപ്പോൾ റോവ ആംസ്ട്രോങ്ങിനോട് പണ്ട് ഇഷ്ബാളിൽ വെച്ച് അവർ ഒരുമിച്ച് റിബലുകൾക്കെതിരെ പോരാടിയിട്ടുണ്ടെന്ന കാര്യം ഓർമ്മിപ്പിച്ചു. റോവയുടെ ശക്തിയിൽ ആദ്യമേ മതിപ്പ് തോന്നിയിരുന്ന ആംസ്ട്രോങ് ഫൈറ്റ് നിർത്തിയിട്ട് അയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടു. പക്ഷേ അപ്പോഴേക്കും കുറേ പട്ടാളക്കാർ അവിടെ ഓടി വന്നിട്ട് റോവയെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. അവൻ്റെ ദേഹത്തേക്ക് ബുള്ളറ്റുകൾ തുളഞ്ഞു കയറി. പെട്ടെന്ന് ഡോൾസെറ്റോ ആ പട്ടാളക്കാരെ പുറകിൽ നിന്നും വെട്ടി വീഴ്ത്തിക്കൊണ്ട് അങ്ങോട്ടേക്ക് കയറി വന്നു. അവൻ അവിടത്തെ ഒരു പുകക്കുഴൽ വെട്ടി മുറിച്ചതും അവിടെ മുഴുവൻ പുക നിറഞ്ഞു. ആ അവസരം മുതലാക്കി അവർ രണ്ടുപേരും എസ്കേപ്പായി. ഈ സമയം നമ്മുടെ ഗ്രീഡും ബ്രാഡ്ലിയും തമ്മിൽ അപ്പോഴും കടുത്ത ഫൈറ്റ് നടക്കുകയാണ്. ഫൈറ്റിനിടയ്ക്ക് ഗ്രീഡ് ബ്രാഡ്ലിയെ ഇടിക്കാൻ ഓങ്ങിയപ്പോൾ അയാളുടെ ഇടത്തെ കണ്ണ് മറച്ചിരുന്ന തുണി ഊരിപ്പോയി. പെട്ടെന്ന് ബ്രാഡ്ലി അവൻ്റെ കഴുത്തിലേക്ക് തൻ്റെ വാളുകൾ കുത്തിക്കയറ്റി. ചോര തുപ്പിക്കൊണ്ട് ബ്രാഡ്ലിയെ നോക്കിയ ഗ്രീഡ് ആ കാഴ്ച കണ്ട് ഞെട്ടി. ബ്രാഡ്ലി മൂടി വെച്ചിരുന്ന ആ കണ്ണിൽ കൃഷ്ണമണി ഉണ്ടായിരുന്നില്ല. ആ കണ്ണിൽ ഒരു ചുവന്ന ഓറോബോറസ് സിമ്പൽ മാത്രമാണുള്ളത്. എന്താണിവിടെ നടക്കുന്നതെന്ന് ഗ്രീഡിന് മനസ്സിലായില്ല. അപ്പോൾ ബ്രാഡ്ലി അവനോട് താൻ ആരാണെന്ന സത്യം വെളിപ്പെടുത്തി. ഗ്രീഡിനെ പോലെ തന്നെ ഒരു ഹൊമൻക്യുലസ് ആണ് ബ്രാഡ്ലിയും. റാത്ത് എന്നാണ് അയാളുടെ ശരിയായ പേര്. ഗ്രീഡിൻ്റെ അൾട്ടിമേറ്റ് ആർമറിന് പകരം ബ്രാഡ്ലിക്കുള്ളത് അൾട്ടിമേറ്റ് ഐ ആണ്. അവൻ്റെ ഇടങ്കണ്ണിലൂടെ ഏത് ശത്രുവിൻ്റെയും വീക്ക് പോയിന്റ് കാണാൻ പറ്റും. ആ പവർ ഉപയോഗിച്ചാണ് അയാൾ ഈ പൊസിഷൻ വരെ എത്തിയത്. ഇതെല്ലാം കേട്ട ഗ്രീഡ് ആകെ പേടിച്ചു പോയി. എങ്ങനെയൊക്കെ കണ്ടം തുണ്ടം വെട്ടിയാലും ഗ്രീഡ് പെട്ടെന്ന് ചാകാത്തത് കൊണ്ട് അവനെ പരമാവധി ടോർച്ചർ ചെയ്യാൻ ബ്രാഡ്ലി തീരുമാനിച്ചു. ഈ സമയം നമ്മുടെ അൽഫോൺസ് ആ അണ്ടർഗ്രൗണ്ടിൻ്റെ ഒരു മൂലയ്ക്കിരിക്കുവാണ്. അവൻ്റെ അകത്തിരിക്കുന്ന മാർട്ടലിന് ഗ്രീഡിൻ്റെ അവസ്ഥ എന്താകുമെന്നോർത്ത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഇരുട്ടിൽ നിന്നും ഗ്രീഡ് അങ്ങോട്ടേക്ക് നടന്നു വന്നു. പെട്ടെന്ന് അവൻ്റെ കഴുത്തിൽ ഒരു വാൾ കുത്തിക്കയറി. അത് ചെയ്തത് ബ്രാഡ്ലി തന്നെയാണ്. ഇതും കൂട്ടി ഇപ്പോൾ 15ാം തവണയാണ് ബ്രാഡ്ലി അവനെ കൊല്ലുന്നത്. ഇനിയെങ്കിലും കീഴടങ്ങാൻ അയാൾ അവനോട് പറഞ്ഞു. അപ്പോഴേക്കും ഡോൾസെറ്റോയും റോവയും അവിടെ എത്തി. അവസാനമായി ബ്രാഡ്ലിയെ ഫൈറ്റ് ചെയ്യുന്നതിന് മുൻപായി അവർ അൽഫോൺസിനെ കെട്ടിയിരുന്ന ചങ്ങല വെട്ടിമുറിച്ചു. എന്ത് സംഭവിച്ചാലും നീ മാർട്ടലിനെ സംരക്ഷിക്കണമെന്ന് അൽഫോൺസിനോട് അവർ റിക്വസ്റ്റ് ചെയ്തു. എന്നിട്ട് അവർ രണ്ടുപേരും ബ്രാഡ്ലിയുടെ നേരെ ഓടി. പെട്ടെന്ന് ബ്രാഡ്ലി ഡോൾസെറ്റോയെ 2 കഷ്ണമാക്കി വെട്ടി കീറി.
അതുകണ്ട് പകച്ചു നിന്ന റോയയ്ക്കും ബ്രാഡ്ലിയുടെ വാളിന് ഇരയാവാനായിരുന്നു വിധി. ഇതൊക്കെ കണ്ട മാർട്ടൽ ബ്രാഡ്ലിയെ കൊല്ലാൻ വേണ്ടി അൽഫോൺസിൻ്റെ ആർമറിന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കി. പക്ഷേ അൽഫോൺസ് അവളെ ആർമറിനുള്ളിൽ ലോക്ക് ചെയ്തു വെച്ചു. അവളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അൽഫോൺസ് അങ്ങനെ ചെയ്തതെങ്കിലും മാർട്ടൽ ഫ്രസ്ട്രേഷൻ കൊണ്ട് ആർമറിലിട്ട് ഇടിക്കാൻ തുടങ്ങി. ഈ സമയം ഗ്രീഡ് എഴുന്നേറ്റു. അവൻ ബോഡി ഹീലാക്കിയിട്ട് വീണ്ടും അറ്റാക്കിന് തയ്യാറെടുത്തു. ഇത് കണ്ട ബ്രാഡ്ലി അങ്ങോട്ട് വന്നവനെ വെട്ടിക്കീറിയിട്ടിട്ട് തൻ്റെ 4 വാളും കൊണ്ട് അവൻ്റെ ശരീരം തറയിൽ കുത്തി നിർത്തി. ഇതൊക്കെ കണ്ട അൽഫോൺസ് ആകെ പേടിച്ചു നിന്നപ്പോഴേക്കും ബ്രാഡ്ലി അവനെ ശ്രദ്ധിച്ചു. നീ ഓക്കെ അല്ലേ മോനെ എന്ന് ചോദിച്ചുകൊണ്ട് അയാൾ അവൻ്റെ അടുത്തേക്ക് നടന്നു. പെട്ടെന്ന് അൽഫോൺസ് അയാളുടെ കഴുത്തിന് കുത്തിപ്പിടിച്ച് പൊക്കി. സത്യത്തിൽ അത് ചെയ്തത് അവൻ്റെ ഉള്ളിലിരിക്കുന്ന മാർട്ടലായിരുന്നു. നീ ഈ ചെയ്യുന്നത് മണ്ടത്തരമാണെന്ന് അൽഫോൺസ് പറഞ്ഞു നോക്കിയെങ്കിലും ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ച മാർട്ടൽ ഇതൊന്നും കേൾക്കാൻ തയ്യാറായില്ല. പെട്ടെന്ന് ബ്രാഡ്ലി തൻ്റെ വാൾ അൽഫോൺസിൻ്റെ ആർമറിനകത്തേക്ക് കുത്തിയിറക്കി. മാർട്ടലിൻ്റെ ചോര ആ ആർമറിൻ്റെ പുറത്തേക്ക് തെറിച്ചു. അവൻ്റെ ആർമറിലെ സീൽ അവളുടെ ചോരയിൽ കുതിർന്നു. അൽഫോൺസ് ആകെ ഷോക്കായി നിന്നുപോയി. പെട്ടെന്ന് അവൻ്റെ മനസ്സിലേക്ക് പഴയ ഓർമ്മകൾ കടന്നു വന്നു. ആ വലിയ ഇരുമ്പ് ഡോറും നിഴൽ രൂപവും എല്ലാം അവൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു. മുൻപ് എഡ്വേർഡ് കണ്ട കാഴ്ചകളെല്ലാം തന്നെ അൽഫോൺസും കണ്ടു. പക്ഷേ അവൻ്റെ ശരീരം മുഴുവൻ പൊടിഞ്ഞു പോകുന്നതിൻ്റെ തൊട്ട് മുൻപായി അവൻ ആ നിഴൽ രൂപത്തിൻ്റെ കയ്യിൽ പിടിച്ചു. പക്ഷേ ആ നിഴൽ രൂപം പതുക്കെ പതുക്കെ അവൻ്റെ തന്നെ രൂപം എടുക്കുന്നത് അൽഫോൺസ് കണ്ടു. അപ്പോഴേക്കും അൽഫോൺസിൻ്റെ ശരീരം പൂർണ്ണമായും നഷ്ടപ്പെട്ട് കഴിഞ്ഞിരുന്നു. പിന്നെ അവൻ കാണുന്നത് ഒരു കൈയും കാലും ഇല്ലാതെ അലറിക്കരയുന്ന എഡ്വേർഡിനെയാണ്. പെട്ടെന്ന് എഡ്വേർഡ് അവനെ വിളിച്ചുണർത്തി. സ്വബോധം തിരികെ കിട്ടിയ അവൻ ഞാൻ കണ്ടതൊക്കെ സത്യമാണോ സ്വപ്നമാണോ എന്ന് മനസ്സിലാകാതെ കൺഫ്യൂസ്ഡായി. അവൻ അബോധാവസ്ഥയിലായിരുന്നപ്പോൾ തന്നെ അവൻ്റെ ആർമറിൻ്റെ മുൻവശം ഇളക്കി മാറ്റിക്കൊണ്ട് അവർ മാർട്ടലിൻ്റെ ശരീരം പുറത്തെടുത്തിരുന്നു. അവളെ രക്ഷിക്കാൻ പറ്റാത്തതിൻ്റെ വിഷമം കൊണ്ട് കരഞ്ഞുപോയ അൽഫോൺസിനെ എഡ്വേർഡ് ആശ്വസിപ്പിച്ചു. അപ്പോൾ ബ്രാഡ്ലി അങ്ങോട്ടേക്ക് കയറി വന്നു. അവിടെ നടന്ന കാര്യങ്ങളെപ്പറ്റിയെല്ലാം ബ്രാഡ്ലി അവരോട് ചോദിച്ച് മനസ്സിലാക്കി. ഗ്രീഡും നിങ്ങളും തമ്മിൽ എന്തെങ്കിലും ഡീലിങ്സ് ഉണ്ടോ? അവന് വേണ്ടി നമ്മുടെ മിലിറ്ററി സീക്രട്സ് വല്ലതും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? ബ്രാഡ്ലി ഇത് ചോദിച്ചതും ബ്രദേഴ്സ് ഒന്ന് ഞെട്ടി. അങ്ങനെയൊന്നും അവിടെ നടന്നിട്ടില്ല എന്ന് അവർ അയാളോട് ആണയിട്ട് പറഞ്ഞു. നല്ല കാര്യം, നിങ്ങൾ അങ്ങനെ വല്ലതും ചെയ്തിരുന്നെങ്കിൽ ഇവിടെ വച്ച് എനിക്ക് നിങ്ങളെയും തീർക്കേണ്ടി വന്നേനെ. അയാൾ പറഞ്ഞത് കേട്ട ബ്രദേഴ്സ് രണ്ടുപേരും നല്ലപോലെ പേടിച്ചു. പെട്ടെന്ന് ബ്രാഡ്ലി അവരോട് നിങ്ങളുടെ ശരീരം ഈ അവസ്ഥയിലായതിൻ്റെ യഥാർത്ഥ കാരണം ചോദിച്ചു. അതിൻ്റെ മറുപടി പറയാനാവാതെ എഡ്വേർഡ് നിന്ന് പരുങ്ങുന്നത് കണ്ടപ്പോൾ ബ്രാഡ്ലി ഒന്ന് ചിരിച്ചുകൊണ്ട് ആ വിഷയം മാറ്റി. അവരോട് യാത്ര പറഞ്ഞിട്ട് അയാൾ പുറത്തേക്കിറങ്ങി. ബ്രാഡ്ലി നേരെ പോയത് ഈസുമിയുടെ വീട്ടിലേക്കായിരുന്നു. അയാൾ അവളെ സ്റ്റേറ്റ് മിലിറ്ററിയിൽ ജോയിൻ ചെയ്യാൻ ക്ഷണിച്ചു. പക്ഷേ ഈസുമി ആ ഓഫർ നിരസിച്ചു. എൻ്റെ ഇപ്പോഴത്തെ ഹെൽത്ത് കണ്ടീഷൻ വെച്ച് എനിക്ക് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഈസുമി അയാളെ ഒഴിവാക്കാൻ നോക്കി. എന്നാൽ ശരി, നമ്മൾ അടുത്ത വട്ടം കാണുമ്പോഴെങ്കിലും നിന്റെ തീരുമാനം മാറുമെന്ന് കരുതുന്നു എന്ന് പറഞ്ഞിട്ട് ബ്രാഡ്ലി വീടിൻ്റെ പുറത്തേക്കിറങ്ങി. ഈ സമയം ബ്രദേഴ്സ് രണ്ടും കൂടി ആർമറിലെ ചോര കഴുകിക്കളയുന്ന തിരക്കിലായിരുന്നു. അപ്പോൾ എഡ്വേർഡ് നമ്മുടെ ആംസ്ട്രോങ്ങിനോട് ഗ്രീഡിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഓറോബോറസ് സ്റ്റാറ്റുവിനെ കുറിച്ച് ചോദിച്ചു. എത്രയും പെട്ടെന്ന് ഈ വിവരം സെർജൻറ്റ് ഹ്യൂക്സിനെ അറിയിക്കാൻ എഡ്വേർഡ് അയാളെ ഓർമ്മിപ്പിച്ചു. ഹ്യൂക്സ് മരിച്ച കാര്യം ഇപ്പോഴും ബ്രദേഴ്സ് അറിഞ്ഞിട്ടില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ ആംസ്ട്രോങ് അവരോട് ആ കാര്യം പറയാൻ തുടങ്ങി. പക്ഷേ പെട്ടെന്നെന്തോ ഓർത്ത ശേഷം ആംസ്ട്രോങ് ഒന്നും മിണ്ടാതെ പുറത്തേക്ക് നടന്നു. ആംസ്ട്രോങ്ങിന് പെട്ടെന്ന് ഇതെന്താണ് പറ്റിയതെന്ന് എഡ്വേർഡ് ചിന്തിച്ചുകൊണ്ട് നിന്നപ്പോൾ അൽഫോൺസ് അവനോട് തൻ്റെ ഓർമ്മകൾ തിരിച്ചു കിട്ടിയ കാര്യം പറഞ്ഞു. അത് കേട്ട് എഡ്വേർഡ് അവനെ പ്രതീക്ഷയോടെ നോക്കി. അപ്പോൾ അൽഫോൺസ് അവൻ ഓർമ്മ വന്ന കാര്യങ്ങൾ എഡ്വേർഡിന് വിശദീകരിച്ചു കൊടുത്തു. പക്ഷേ അവരുടെ ശരീരങ്ങൾ വീണ്ടെടുക്കാനുള്ള മാർഗത്തെപ്പറ്റി ഒരറിവും അൽഫോൺസിനും കിട്ടിയിട്ടില്ലായിരുന്നു. പ്രതീക്ഷയുടെ അവസാനത്തെ കച്ചിത്തുരുമ്പ് നഷ്ടപ്പെട്ട സങ്കടത്തിൽ അൽഫോൺസ് ഇരിക്കുമ്പോൾ എഡ്വേർഡിൻ്റെ മനസ്സിലൂടെ മറ്റൊരു സംശയം കടന്നുപോയി. അന്ന് ഡെവിൾസ് നെസ്റ്റിൽ വെച്ച് നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവൻ ഓർത്തു. ഇത്രയും ചെറിയൊരു മിഷൻ നടത്താൻ പ്രസിഡന്റ് ബ്രാഡ്ലി തന്നെ നേരിട്ട് വന്നത് എന്തിനെന്നായിരുന്നു അവൻ്റെ ചിന്ത. സെൻട്രൽ സിറ്റിയിൽ നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും കാരണക്കാർ ഓറോബോറസിൻ്റെ ടാറ്റു പതിച്ചവരാണ്. അവരെയൊക്കെ ജീവനോടെ പിടിച്ചിരുന്നെങ്കിൽ അവരിൽ നിന്ന് ഒരുപാട് വിലപ്പെട്ട ഇൻഫർമേഷൻസ് ലഭിക്കുമായിരുന്നു. അത് നല്ലപോലെ അറിയാവുന്ന ബ്രാഡ്ലി എന്തിനു വേണ്ടിയിട്ടാണ് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും കൊന്നു തള്ളിയതെന്ന് എത്ര ആലോചിച്ചിട്ടും അവർക്ക് മനസ്സിലായില്ല. എല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ എന്തോ ഒരു വലിയ രഹസ്യം ഇതിൻ്റെ എല്ലാം പിന്നിൽ മറഞ്ഞിരിക്കുന്നുണ്ടെന്ന് എഡ്വേർഡിന് ബോധ്യമായി. ആ രഹസ്യത്തിൻ്റെ ചുരുളഴിക്കാൻ തന്നെ എഡ്വേർഡ് തീരുമാനിച്ചു. ഈ സമയം സെൻട്രൽ സിറ്റിയിലെ ഏതോ ഒരു അണ്ടർഗ്രൗണ്ട് ടണലിനുള്ളിൽ നിൽക്കുകയാണ് പ്രസിഡന്റ് ബ്രാഡ്ലി. അവിടെ അയാളെയും കാത്ത് ലെസ്റ്റും ഗ്ലട്നിയും എൻവിയും നിൽക്കുന്നുണ്ട്. അവരെപ്പോലെ തന്നെ ഫാദർ ക്രിയേറ്റ് ചെയ്തൊരു ഹൊമൻക്യുലസ് ആണ് ബ്രാഡ്ലി. ഇപ്പോൾ അവനവിടെ വന്നിരിക്കുന്നത് ഫാദറിനെ കാണാൻ വേണ്ടിയിട്ടാണ്. ഫാദറിനെ അനുസരിക്കാതെ ഓടിപ്പോയ ഗ്രീഡിനെ പിടിച്ചു കെട്ടി തിരികെ കൊണ്ടുവന്നിരിക്കുകയാണ് അവൻ. ഫാദറിൻ്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് ബ്രാഡ്ലി സ്റ്റേറ്റ് മിലിറ്ററിയുടെ ഏറ്റവും ഉയർന്ന പദവിയിലെത്തി നിൽക്കുന്നത്. അപ്പോഴേക്കും ബോധം വന്ന ഗ്രീഡ് എല്ലാവരെയും ഒരുമിച്ച് കണ്ടപ്പോൾ അമ്പരന്നു. നിൻ്റെയൊക്കെ കൂട്ടത്തിലുള്ള സ്ലോത്ത് എവിടെയെന്ന് അവൻ അവരോട് ചോദിച്ചു. സ്ലോത്ത് സാധാരണ മീറ്റിങ്ങിലൊന്നും വരാറില്ല. പക്ഷേ ഇപ്പോൾ അവനൊരു പ്രധാനപ്പെട്ട ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഗ്രീഡിനെ ഈ അവസ്ഥയിൽ കാണാൻ പറ്റിയതിൽ ടീമിലെ എല്ലാവരും ഹാപ്പിയായിരുന്നു. അപ്പോഴും ഗ്രീഡിന് നമ്മുടെ ബ്രാഡ്ലി അഥവാ റാത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് സംശയങ്ങൾ ബാക്കിയാണ്.
ഹൊമങ്കിലസുകളെയെല്ലാം ആർട്ടിഫിഷ്യലായിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എത്ര വർഷം കഴിഞ്ഞാലും അതിന് വയസ്സാവില്ല. പക്ഷേ ബ്രാഡ്ലി സാധാരണ മനുഷ്യരെ പോലെ തന്നെ കൗമാരവും യൗവനവും ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒരു മധ്യവയസ്കൻ്റെ രൂപത്തിലാണ് നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് താൻ ചെയ്തതെന്ന് ഗ്രീഡ് ബ്രാഡ്ലിയോട് ചോദിച്ചു. പക്ഷേ അതിനുള്ള മറുപടി പറയാൻ ബ്രാഡ്ലി തയ്യാറായില്ല. ഈ സമയം നമ്മുടെ എൻവി വന്ന് ഗ്രീഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയെപ്പറ്റി പറഞ്ഞ് കളിയാക്കാൻ തുടങ്ങി. അത് കേട്ട ഗ്രീഡ് അവനെ അവൻ്റെ വൃത്തികെട്ട രൂപത്തിനെ പറ്റി പറഞ്ഞ് നാണം കെടുത്തി വിട്ടു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് അവർ തമ്മിലൊരു ഫൈറ്റിൻ്റെ വക്കിലെത്തി. പെട്ടെന്ന് അവർ ഒരു ശബ്ദം കേട്ടു. എല്ലാവരും ഇതൊന്ന് നിർത്ത്. എൻ്റെ മക്കൾ എൻ്റെ മുന്നിൽ കിടന്ന് ബഹളം വയ്ക്കുന്നത് എനിക്കിഷ്ടമല്ല. ഇത് പറഞ്ഞത് മറ്റാരുമല്ല, ഇവരുടെ എല്ലാവരുടെയും ക്രിയേറ്ററും ലീഡറുമായ ദ ഫാദർ ആയിരുന്നു അത്. ഏതാണ്ട് 100 വർഷങ്ങൾക്ക് ശേഷമാണ് ഫാദർ ഗ്രീഡിനെ മീറ്റ് ചെയ്യുന്നത്. ഞാൻ നിങ്ങളെ എല്ലാവരെയും സൃഷ്ടിച്ചത് ചില ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനാണ്. എല്ലാവരും അത് വൃത്തിയായി ചെയ്തുവെങ്കിലും നീ മാത്രം എന്നെ വിട്ടുപോയി. പറയൂ ഗ്രീഡ്, നീ എന്തിനാണ് എന്നെ ഉപേക്ഷിച്ചത്? ഫാദറിൻ്റെ ചോദ്യം കേട്ട ഗ്രീഡിന് ചിരിയാണ് വന്നത്. ഫാദർ, ഞാൻ ഗ്രീഡാണ്. നിങ്ങളാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചത്. എനിക്ക് എൻ്റേതായ ലക്ഷ്യങ്ങളുണ്ട്. അതിന് തടസ്സം നിൽക്കുന്ന ആരായാലും എല്ലാവരെയും ഞാൻ ഒഴിവാക്കും. അതിപ്പോൾ എൻ്റെ ഫാദർ ആണെങ്കിൽ പോലും. അവസാനമായി നിനക്ക് ഞാൻ ഒരു ചാൻസ് കൂടി തരാം. പകരം നീ ഇനി അങ്ങോട്ട് എനിക്ക് വേണ്ടി വീണ്ടും വർക്ക് ചെയ്യണം. സമ്മതമാണോ? അത് കേട്ട ഗ്രീഡ് ഒന്ന് ചിന്തിക്കുക പോലും ചെയ്യാതെ ഫാദറിൻ്റെ ഓഫർ നിരസിച്ചു. അതോടെ ദേഷ്യം വന്ന ഫാദർ അവനെ കൊല്ലാൻ തീരുമാനിച്ചു. തൊട്ടു പിന്നാലെ ഗ്രീഡിൻ്റെ താഴെയുള്ള ഹാച്ച് തുറന്നുകൊണ്ട് ഒരു വലിയ ടാങ്ക് മുകളിലേക്ക് വന്നു. അതിൻ്റെ ഉള്ളിൽ തിളച്ചു മറിയുന്ന ലാവയായിരുന്നു. ഗ്രീഡിൻ്റെ കാലുകൾ അതിൽ മുങ്ങിയതും അവൻ വേദന കൊണ്ട് പുളഞ്ഞു. പക്ഷേ അപ്പോഴും തോൽവി സമ്മതിക്കാൻ അവൻ തയ്യാറായില്ല. ഞാൻ ഇല്ലാതായി എന്ന് കരുതി അധികം സന്തോഷിക്കണ്ട. നരകത്തിലെ തീക്ക് ഇതിനേക്കാൾ ചൂടുണ്ട്. നീയൊക്കെ അതിൽ കിടന്ന് പിടയ്ക്കുന്ന കാഴ്ച കാണാൻ ഞാൻ അവിടെ തന്നെ ഉണ്ടാകും. ഇത്രയും പറഞ്ഞപ്പോഴേക്കും ഗ്രീഡിൻ്റെ ശരീരം പൂർണ്ണമായും ലാവയിൽ അലിഞ്ഞു ചേർന്നു. ആ ടാങ്കിലെ ചില പൈപ്പുകളിലൂടെ പിങ്ക് നിറത്തിലുള്ള ഒരു ദ്രാവകം പുറത്തേക്ക് ഒഴുകി വന്നു. ആ ദ്രാവകത്തെ ഒരു കപ്പിൽ ശേഖരിച്ചിട്ട് തൻ്റെ മക്കളെ എല്ലാവരെയും സാക്ഷിയാക്കി ഫാദർ അത് കുടിച്ചിറക്കി. അങ്ങനെ ഒടുവിൽ ഗ്രീഡ് അവൻ്റെ സൃഷ്ടാവിനോട് ചേർന്നു. അന്നത്തെ സംഭവങ്ങൾക്കെല്ലാം ശേഷം രാത്രിയിൽ ബ്രാഡ്ലി തൻ്റെ റൂമിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോൾ അയാളുടെ ഭാര്യയും മകനായ സലീമും അങ്ങോട്ടേക്ക് വന്നു. അവരെ കണ്ടതും അയാൾ സന്തോഷം അഭിനയിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ചു. സലീമിന് അച്ഛനെപ്പോലെ വലിയൊരു ആൽക്കമിസ്റ്റ് ആവാനാണ് ആഗ്രഹം. അവൻ അയാളോട് ഇന്നത്തെ യാത്രയെക്കുറിച്ചുള്ള വിവരങ്ങൾ കൗതുകത്തോടെ ചോദിച്ചു. അതൊക്കെ അകത്ത് പോയിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അയാൾ ഭാര്യയെയും മോനെയും കൂട്ടി റൂമിലേക്ക് നടന്നു.